പറയാം. ഞാനൊരു കഥ പറയാം. കേൾക്കാമോ? ഒരിടത്തൊരിടത്ത് ഒരു പുൽത്തകിടിയിൽ കുറച്ചു കാക്കകൾ ഒത്തുകൂടും. അവർ കൂട്ടുകാരാണ്. കൂട്ടത്തിൽ ഒരു കാക്ക നന്നായി പാട്ടുപാടും. കൂട്ടുകാരന്റെ പാട്ടു കേൾക്കാൻ മറ്റുള്ളവർക്ക് വലിയ ഇഷ്ടമാണ്. അവരെല്ലാം പാട്ട് കേട്ട് ആസ്വദിച്ചിരിക്കും. ഇത് പതിവാണ്. ഒരു ദിവസം അതുവഴി പറന്നുപോയ ഒരു തേൻകുരുവി ഇത് കണ്ടു. തേൻകുരുവിക്കും അവിടെ ഇരുന്ന് പാട്ടു കേൾക്കാൻ തോന്നി. പാട്ട് കേൾക്കാൻ മറ്റു കാക്കകളുടെ ഒപ്പം കൂടിയ തേൻകുരുവിയെ കണ്ട് എല്ലാവർക്കും ചിരി വന്നു. എല്ലാവരും തേൻകുരുവിയെ കളിയാക്കാൻ തുടങ്ങി. എന്തിനാണെന്നോ? തേൻകുരുവിയുടെ നീണ്ട ചുണ്ട് തന്നെ കാരണം. അവർ ഇത്തരത്തില് ചുണ്ടുള്ള കിളിയെ കണ്ടിട്ടേയില്ല. ചുണ്ടിന് കളിയാക്കിയപ്പോൾ തേൻകുരുവിക്ക് സങ്കടം വന്നു. ആരും കാണാതെ മരത്തിലെ ഇലകൾക്കിടയിൽ ഒളിച്ചിരുന്നു. പാട്ടൊക്കെ കഴിഞ്ഞ് അന്ന് കിട്ടിയ ആഹാരസാധനം എല്ലാവരുമായി പങ്കിട്ടെടുത്തു. ആസ്വദിച്ച് അവർ കഴിക്കാനും തുടങ്ങി. അപ്പോഴാണ് പാട്ടുകാരൻ കാക്കയുടെ വായിൽ ഒരു വിത്ത് കുടുങ്ങിപ്പോയത്. എത്ര ശ്രമിച്ചിട്ടും ആ വിത്ത് എടുത്തു കളയാൻ കഴിഞ്ഞില്ല. മറ്റു കൂട്ടുകാരും പലതും ശ്രമിച്ചു നോക്കി. അവർക്കും അത് എടുത്തു കളയാൻ പറ്റിയില്ല. വായിൽ തടഞ്ഞിരുന്ന വിത്ത് കാരണം കാക്കയ്ക്ക് വായടയ്ക്കാനും പറ്റിയില്ല. കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ നല്ല വേദന തുടങ്ങി. വേദന കൂടിക്കൂടി വന്നു. വേദന സഹിക്കാൻ വയ്യാതെ പാട്ടുകാരൻ കാക്ക തളർന്നു വീണു. കൂട്ടുകാരെല്ലാം അടുത്ത് ചെന്നു നോക്കി. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. എന്താണ് താഴെ ഒരു ബഹളം? തേൻകുരുവി എത്തി നോക്കി. കാര്യം പിടികിട്ടി. തേൻകുരുവി പറന്ന് പാട്ടുകാരൻ കാക്കയുടെ അടുത്തെത്തി. തന്റെ നീണ്ട ചുണ്ടുകൊണ്ട് വായിൽ തടഞ്ഞിരുന്ന വിത്ത് വലിച്ചെടുത്തു. വായിൽ നിന്നും വിത്ത് പോയപ്പോൾ കാക്കയ്ക്ക് ആശ്വാസമായി. തന്നെ സഹായിച്ചത് തേൻകുരുവിയാണെന്ന് മനസ്സിലായി. തേൻകുരുവിയോടും തങ്ങളുടെ കൂട്ടത്തിൽ കൂടണമെന്ന് അപേക്ഷിച്ചു. തേൻകുരുവിക്കും സന്തോഷമായി പുതിയ കൂട്ടുകാരെ കിട്ടിയതിൽ.